മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്ത ഒരവസ്ഥയിലായിരിക്കത്തക്ക വിധത്തിൽ ഇരുത്തുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഇരുത്തുകയോ കിടത്തുകയോ എങ്ങനെയെങ്കിലും ആകാം. അതിനുശേഷം ഏതെങ്കിലും ഒരു തിളങ്ങുന്ന വസ്തു അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ പിടിക്കുന്നു. അതിലേക്ക് സൂക്ഷിച്ചു നോക്കുവാൻ പറയുന്നു. അല്പസമയം ആ വ്യക്തി അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതോടെ അദ്ദേഹത്തിന്റെ കണ്ണ് കഴയ്ക്കുവാൻ തുടങ്ങും. മനസ്സ് ഏകാഗ്രമാകുകയും ചെയ്യും. അപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതായി വ്യക്തി പറയും, ഇതാ നിങ്ങളുടെ ശരീരം തളരുവാൻ പോകുകയാണ്, നിങ്ങൾ ഉറങ്ങാൻ പോകുകയാണ്, നിങ്ങളുടെ കൺപോളകൾക്ക് കനം കൂടി വരുന്നു, ഇതാ നിങ്ങളുടെ കണ്ണുകൾ അടയുന്നു, കണ്ണുകൾ അടയുകയാണ്, നിങ്ങൾ ആഴമായ ഉറക്കത്തിലേക്ക് പോകുകയാണ്, ഇതാ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും എൻ്റെ അധീനതയിലാണ്, ഇനി ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യൂ എന്നങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് ആ വ്യക്തി ഉറങ്ങിപ്പോകുന്നു. അത് സാധാരണ ഉറക്കമല്ല, ഒരു വിധത്തിലുള്ള ഒരു കൃത്രിമ ഉറക്കമാണ്. മാത്രമല്ല, ഉറക്കമെന്നതിനേക്കാൾ അതൊരു തരം മയക്കമാണ്. ആ മയക്കത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലുള്ളതായ പലതും നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭയങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. ഭയങ്ങൾ, ദുശീലങ്ങൾ തുടങ്ങിയവ ദൂരീകരിക്കുവാൻ കഴിയും. നല്ല സമർത്ഥനായ ഒരു മനഃശാസ്ത്രജ്ഞന് ഒരുപക്ഷെ ചില ഗുണകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. എന്നാൽ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് ദുരാത്മാവിന് കയറാനുള്ള ഒരു വഴിയായി തീരുകയും ചെയ്യും. അതേപ്പറ്റി പിന്നീട് ഒരു ക്ലാസ്സിൽ ഈ സീഡിയിൽ തന്നെ ഞാൻ വിശദീകരിച്ചു കൊള്ളാം. ഏതായാലും ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയും. ഇതിനോട് സാമ്യമുള്ള മറ്റൊരു അനുഭവം ഞാൻ പറയാം. വഴിയോരങ്ങളിലൊക്കെ കച്ചവടത്തിനായി നിൽക്കുന്ന വ്യക്തികൾ, അവരുടെ കയ്യിലുള്ളത് ചെറിയ മരുന്നോ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളോ ചില പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ വാചാലമായ ആ സംഭാഷണം നാം കേട്ടുകൊണ്ട് നിന്നാൽ 5-10 മിനിറ്റോ അത് കേട്ട് കഴിയുമ്പോൾ ആ സാധനം വാങ്ങണമെന്ന് നമുക്ക് തോന്നും. നമുക്ക് ഒരാവശ്യവുമില്ലാത്ത സാധനമാണെങ്കിൽ പോലും അതൊന്നും നാം അപ്പോൾ ചിന്തിക്കയില്ല. നാം കാശ് കൊടുത്തേ അത് വാങ്ങും. വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക, അയ്യോ ഇതിനു വേണ്ടി പണം മുടക്കിയത് തെറ്റായി പോയല്ലോ, മണ്ടത്തരമായി പോയല്ലോ, ഇതിന് പണം മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു, ഇത് വാങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്ന്. എന്താണ് അവിടെ സംഭവിച്ചത്? കാര്യം ഇത്രയേ ഉള്ളൂ. ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ട് ഒരുതരം ഹിപ്നോട്ടിക് അവസ്ഥയിൽ നമ്മൾ ആയിപ്പോയി, അത്രമാത്രം. ചിലരുടെ പ്രസംഗം കേട്ടാൽ ഇങ്ങനെ തോന്നും, അവർ പറയുന്നത് മുഴുവൻ ശരിയാണ്, അവർ വാസ്തവത്തിൽ വലിയ ജ്ഞാനിയാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എന്തുകൊണ്ട്? അതും ഒരളവിൽ നാം ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ മയക്കി ആളുകളെ താഴെ വീഴ്ത്തുക എന്ന് മാത്രമല്ല അർത്ഥം എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഇതും ഊതിവീഴ്ത്തുമായുള്ള ബന്ധം അറിയണമെങ്കിൽ ഊതിവീഴ്ത്തുകാർ എന്താണ് ചെയ്യുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. സാധാരണ ഊതിവീഴ്ത്തുകാരൻ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പബ്ലിസിറ്റി ഉണ്ടാകും. ജനങ്ങൾക്കെല്ലാം അറിയാം വരുന്ന വ്യക്തി ഊതിവീഴ്ത്തുകാരനാണെന്ന്. ജനം കൂടി വരുന്നത് വീഴാൻ തയ്യാറായിട്ടാണ്. ചിലർ സംശയത്തോടെ വരുന്നുണ്ടാകാം, എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയവും ഉണ്ടാകാം. അങ്ങനെ ഊതിവീഴ്ത്തിൽ വിശ്വസിക്കുന്നവരും ഊതിവീഴ്ത്തിനെ സംശയത്തോടെ കാണുന്നവരുമായ നിരവധി ആളുകൾ അവിടെ വന്നുകൂടുന്നു. തുടർന്ന് ഊതിവീഴ്ത്തുകാരനായ ശുശ്രൂഷകൻ 1-1.5 മണിക്കൂർ സമയം പ്രസംഗിക്കുമ്പോൾ ഊതിവീഴ്ത്തിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. 1.5 മണിക്കൂർ നേരത്തെ പ്രസംഗം കൊണ്ട് സാധാരണക്കാരനെല്ലാം ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ടിരിക്കും. ഊതിവീഴ്ത്ത് എന്നത് ദൈവികമാണെന്നും ഊതിയാൽ വീഴാത്തവൻ ദൈവദാസനല്ലെന്നും ഊതിയാൽ വീഴാത്തവനെ ദൈവം നരകത്തിലിട്ട് കളയുമെന്നും ഒക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഈ ഊതിവീഴ്ത്തിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട ഭൂരിപക്ഷം ആളുകൾക്കും വീഴാനുള്ള മാനസിക അവസ്ഥ ഉണ്ടായി കഴിഞ്ഞിരിക്കും. അതിനുശേഷം ഈ ശുശ്രൂഷകൻ ജനത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തും. എന്നിട്ടൊരു പാട്ടുപാടുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ ഏകാഗ്രതയോടെ പാടണം, നിങ്ങൾ നിങ്ങളുടെ ശരീരം അങ്ങ് വിട്ടുകൊടുക്കണം, പിടിച്ചു നിൽക്കരുത് എന്നൊക്കെ പറയും. മാത്രമല്ല കൈ ഉയർത്തി നിന്ന് പാടുവാനും പറയും. എന്തുകൊണ്ടാണ്? കൈ ഉയർത്തി നിൽക്കുമ്പോൾ ബാലൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. വീഴുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടായാൽ നമ്മൾ വെറുതെ വീണു പോകും. ഒരിടത്തെ ബലമായി ഇരിക്കുകയാണെങ്കിൽ ഊതിയോ ഉന്തിയോ താഴെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ എഴുന്നേറ്റേ കൈയും പൊക്കി നിൽക്കുന്ന വ്യക്തിയെ ഊതിയോ ഉന്തിയോ തള്ളിയോ ഒക്കെ താഴെ ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കൈയും പൊക്കി നിന്ന് ഇവർ പാട്ടുപാടും. പാട്ടിന്റെ അവസാനമാകുമ്പോൾ ചിലരൊക്കെ വികാരാവേശം കൊണ്ട് ഒത്തിരി തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്യും. ഊതിവീഴ്ത്തുകാരനായ ശുശ്രൂഷകൻ ഏറ്റവും അധികം ചാടിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ ആയിരിക്കും ആദ്യമായി തൊടുക. അവർ വീഴാൻ റെഡിയായി നിന്ന് ചാടുകയാണ്. ആദ്യം ഒന്ന് തൊടുന്നതോടെ ആ വ്യക്തി താഴെ പോകും. പിന്നീട് ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ അങ്ങ് സംഭവിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തൊട്ടാൽ മതി,
ആളുകൾ താഴെ വീണുകൊണ്ടിരിക്കും. തൊട്ടത് ആരാണെന്ന് അറിഞ്ഞുകൂടാ, ആര് തൊട്ടാലും വീഴും. സംശയമുണ്ടെങ്കിൽ ശുശ്രൂഷകനല്ല, ഇത് കാണാൻ വന്ന് നിൽക്കുന്ന നിങ്ങൾ മറ്റാരുടെയെങ്കിലും നെറ്റിയിൽ ശരിക്കൊന്ന് തൊട്ടു നോക്കൂ, ആ വ്യക്തി താഴെ വീഴും. ഞങ്ങളുടെ ഈ ദേശത്ത് അതൊരിക്കൽ സംഭവിച്ചതാണ്. ഇതുപോലൊരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു വ്യക്തി അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചാടിക്കൊണ്ടിരുന്നയാള് എൻ്റെ സുഹൃത്തായ ഒരു വ്യക്തിയുടെ കാലയിലേക്കാണ് പലവട്ടം ചാടിയത്. അപ്പോൾ സഹോദര, അല്പം അങ്ങോട്ട് മാറി നിന്ന് ചാട് എന്ന് പറയുവാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് ഈ ചാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ദേഹത്തൊന്ന് തൊട്ടു. അതോടെ അദ്ദേഹം താഴെ വീണു. ഊതി വീഴ്ത്തുകാരനാണ് തൊട്ടത് എന്നാണ് വിചാരിച്ചത്. ആ തോന്നൽ കൊണ്ടാണ് അദ്ദേഹം വീണത്. യഥാർത്ഥത്തിൽ ഇതിൽ ഒരു വിശ്വാസവുമില്ലാത്ത എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ തൊട്ടത്. ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഊതി വീഴ്ത്ത് നടക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷകൻ തൊട്ട് ആളുകളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ധൈര്യപൂർവ്വം ചെന്ന് ആരുടെയെങ്കിലുമൊക്കെ നെറ്റിയിൽ ചെറുതായി ഒന്ന് തൊടുക. അവരെല്ലാം താഴെ വീഴുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എൻ്റെ മറ്റൊരു സുഹൃത്ത് ബാംഗ്ലൂരിൽ പോയി ഇതുപോലൊരു ശുശ്രൂഷയിൽ പങ്കെടുത്തു. അദ്ദേഹവും ഒരു ശുശ്രൂഷകനായിരുന്നതുകൊണ്ട് ഊതി വീഴ്ത്തുകാരനായ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളും കൂടെ ആളുകളെ ഇതുപോലെ തൊട്ടോളാൻ പറഞ്ഞു. അദ്ദേഹവും പോയി തൊട്ടു, ആളുകളെല്ലാം താഴെ വീണു. അതോടെ എൻ്റെ സുഹൃത്തിന് തോന്നി ഊതി വീഴ്ത്താനുള്ളതായ ശുശ്രൂഷ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്ന്. ബാംഗ്ലൂരിലായിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം അനേകരെ തൊട്ട് വീഴ്ത്തുകയും ഉണ്ടായി. എന്നാൽ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഈ കാര്യം ചെയ്യുവാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചു, ആരും താഴെ വീണില്ല. എന്താണ് സംഭവിച്ചത്? ഊതി വീഴ്ത്ത് നടത്തുന്ന സ്ഥലത്ത് വീഴാൻ വേണ്ടി ജനം റെഡിയായി നിൽക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ഊതുകയോ തൊടുകയോ ചെയ്താൽ അപ്പോൾ തന്നെ താഴെ വീണുകൊള്ളും. എന്നാൽ ഇതേപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് ഇതിനു വേണ്ടി മാനസികമായി തയ്യാറെടുക്കാതെ നിൽക്കുന്ന ജനങ്ങളെ തൊട്ടാൽ ആരും താഴെ വീഴുകയില്ല. എത്ര വലിയ ഊതുവീഴ്ത്തുകാരനാണെങ്കിലും വന്നിരിക്കുന്നത് ഊതിവീഴ്ത്തുകാരനാണെന്ന് അറിയിക്കാതെ തികച്ചും രഹസ്യമായി അയാളെ കൊണ്ടുവന്ന് ഒരു മീറ്റിംഗിൽ നിർത്തുകയും ഊതിവീഴ്ത്തുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു വാക്യം പ്രസംഗിക്കുകയും ചെയ്തതിന് ശേഷം ഊതി വീഴ്ത്താൻ ശ്രമിച്ചു നോക്കുക, ആരും വീഴുകയില്ല. വീണ്ടും പറയട്ടെ, ഊതി വീഴ്ത്തുന്ന വ്യക്തി ഊതി വീഴ്ത്തുകാരനാണെന്ന് ജനം അറിയാതിരിക്കുകയും ഊതി വീഴ്ത്തിനെ കുറിച്ച് അവിടെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രസംഗിക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം ഊതിയോ ഉന്തിയോ താഴെ വീഴ്ത്താൻ ശ്രമിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നതല്ല. ഊതി വീഴ്ത്ത് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഊതി വീഴ്ത്തുന്നയാളാണ് വന്നിരിക്കുന്നത് എന്ന് ജനം അറിയുന്നുണ്ട്. ഊതി വീഴ്ത്തിനെ കുറിച്ചാണ് അവിടെ പ്രസംഗം ഉണ്ടാകുന്നത്. അങ്ങനെ ജനങ്ങൾ ഊതിയാലോ തള്ളിയാലോ ഉന്തിയാലോ വീഴാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർ ഒരുതരം ഹിപ്നോട്ടിക് അവസ്ഥയിലായിരിക്കുകയാണ്. അങ്ങനെ ഹിപ്നോട്ടിക് അവസ്ഥയിൽ നിൽക്കുന്ന ഈ വ്യക്തികളെ താഴെ വീഴ്ത്തുവാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഊതുകയോ തൊടുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ താഴെ വീണുകൊള്ളും. മാത്രമല്ല, താഴെ വീഴാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അവരുടെ നിൽപ്പ്. അവർ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. കൈ ഉയർത്തി അല്ലെങ്കിൽ പോലും നിൽക്കുകയാണ്. നിൽക്കുന്ന വ്യക്തിക്ക് വീഴാൻ എളുപ്പമാണ്. നേരെ ഒരാൾ ചമ്രം പൂട്ടിട്ട് ഇരിക്കുമ്പോൾ വീഴാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഊതി വീഴ്ത്തുകാരും തന്നെ ഇരുത്തിക്കൊണ്ട് വീഴ്ത്താറില്ല, നിർത്തിക്കൊണ്ടാണ് വീഴ്ത്തുന്നത്. കാരണം നിന്നാലേ വീഴാൻ എളുപ്പമുള്ളൂ. നിൽക്കുന്ന വ്യക്തിയെ ഊതിയിട്ട് താഴെ വീണില്ലെങ്കിൽ ഉന്തി വീഴ്ത്താനും സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഊതി വീഴ്ത്ത് നടക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അത് സാപ്താന്യമായിക്കൊള്ളണം എന്നില്ല എന്ന്. ദുരാത്മാവിന്റെ പ്രേരണയാൽ, ദുരാത്മാവിന്റെ പ്രവർത്തനത്താൽ ഊതി വീഴ്ത്ത് ഉണ്ടാകാവുന്നതാണ്. എന്നാൽ ഊതി വീഴ്ത്ത് ഉണ്ടാകുന്നതെല്ലാം ദുരാത്മാവിന്റെ പ്രവർത്തനമായിക്കൊള്ളണമെന്നില്ല. കാരണം തികച്ചും മാനസികമായ കാരണത്താൽ ഊതി വീഴ്ത്ത് സംഭവിക്കാവുന്നതാണ്, തൊട്ടുവീഴ്ത്ത് സംഭവിക്കാവുന്നതാണ്. വിശുദ്ധ ഛർദിയുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ. ബസ്സിൽ കയറുമ്പോൾ ചിലർക്ക് ഛർദി ഉണ്ടാകും. അവരുടെ മോട്ടോർ സിസ്റ്റത്തിന് ഇളക്കമുണ്ടാകുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തി ഛർദിച്ചാൽ ചുറ്റുപാടുമുള്ള പലരും ഛർദിച്ചെന്ന് വരും. അതും തികച്ചും മാനസികമാണ്. അറപ്പുളവാക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു കണ്ടാൽ എന്തുകൊണ്ടാണ് നാം ഛർദിക്കുന്നത്? തികച്ചും മാനസികമായ കാരണത്താൽ. അപ്പോൾ ഛർദി എന്നത് മാനസികമായ കാരണങ്ങളാൽ ഉണ്ടാകാം. നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ അകത്ത് ഒരു പാറ്റ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നാം ഛർദിച്ചെന്ന് വരും. എന്തുകൊണ്ട്? മാനസികമായ കാരണങ്ങളാൽ. ഇത് തന്നെയാണ് വിശുദ്ധ ഛർദി എന്ന പരിപാടിയിലും നടക്കുന്നത്. ഇത് ആത്മീയമാണെന്നും നമ്മുടെ ഉള്ളിൽ കൈവശമുണ്ടെന്നും ഛർദിക്കുമ്പോൾ കൈവശം പോകുമെന്നും ദൈവിക അനുഗ്രഹമാണ് വരാൻ പോകുന്നതെന്നും പറയുമ്പോൾ സ്വാഭാവികമായും നാം മാനസികമായ കാരണങ്ങളാൽ ഛർദിച്ചു പോകും. അതാണ് വിശുദ്ധ ഛർദിയിൽ സ്വാഭാവികമായി നടക്കുന്നത്. ഒരുപക്ഷെ സാത്താന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കാം.
പക്ഷേ സാത്താന്റെ പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ പോലും ഛർദി ഉണ്ടാകാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഛർദിയെ നിയന്ത്രിക്കുന്നത് വലിയൊരളവ് മാനസികമായ കാരണങ്ങളാണ്. വിശുദ്ധ ചിരിയുടെ കാര്യവും വിശുദ്ധ കുരയുടെ കാര്യവും അങ്ങനെ തന്നെ. ചിരിക്കുക, കുരയ്ക്കുക തുടങ്ങിയത് തികച്ചും മാനുഷികമായ കാരണങ്ങളാൽ ഉണ്ടാകാം, വെറും വികാരാവേശത്താൽ ഉണ്ടാകാം. നാം വികാരത്തിന്റെ ഭാഗമായാണല്ലോ ചിരി കണക്കാക്കുന്നത് തന്നെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമുണ്ടായതായി നാം ഭാവിച്ചാൽ നമുക്ക് ചിരിക്കുവാൻ കഴിയും. ലാഫിംഗ് ഗ്യാസ് ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ്. ലാഫിംഗ് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിരിക്കുവാൻ പ്രേരണ തരുന്ന ഭാഗത്ത് ഉത്തേജനമുണ്ടാകുന്നു, നാം ചിരിച്ചു പോകും. അതുപോലെയാണ് ഈ വിശുദ്ധ ചിരി എന്ന് പറയുന്ന പരിപാടി, വിശുദ്ധ കുര എന്ന പേരിൽ അറിയപ്പെടുന്ന പരിപാടിയും ഇതൊക്കെ തന്നെയാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ഊതി വീഴ്ത്തെ ഉന്തി വീഴ്ത്തെ തുടങ്ങിയ കാര്യങ്ങൾ അത് ആത്മവിവശതയല്ല. ദൈവവചനത്തിൽ കാണുന്ന യഥാർത്ഥ ആത്മവിവശതയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഇത് തികച്ചും മാനസികമായ കാരണങ്ങളാൽ ഉണ്ടാകാം, സാത്താന്യമായും ഉണ്ടാകാം. വിശുദ്ധ ചിരി, വിശുദ്ധ കുര, ഊതി വീഴ്ത്തെ ഉന്തി വീഴ്ത്തെ തുടങ്ങിയ കാര്യങ്ങൾ സാത്താന്യമാകാം, മാനുഷികമാകാം, ദൈവികമാകുകയില്ല. കാരണം ദൈവവചനത്തിൽ ഇതിന് ആധാരമില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാം. ഇതേപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നെ അറിയിക്കുക. സംശയങ്ങൾക്ക് മറുപടി പറയുന്ന 8, 9, 10 CD-കളിൽ ഞാൻ അതിന് ഉത്തരം തരുന്നതാണ്. ഊതിവീഴ്ത്തുമായി ബന്ധപ്പെട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള വിഷയങ്ങൾക്കാണ് ഞാനിവിടെ ഇപ്പോൾ മറുപടി പറഞ്ഞത്. എങ്കിലും മറുപടി അർഹിക്കുന്ന മറ്റു ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. അവയ്ക്ക് ഞാൻ മറുപടി തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉപസംഹാരം എന്ന നിലയ്ക്ക് വീണ്ടും ഞാൻ പറയട്ടെ, ഇത് ദൈവവചനത്തിൽ ഇല്ലാത്ത ശുശ്രൂഷയാണ്. ആരാണിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. ദൈവവചനത്തിലുള്ളതാണോ ചെയ്യുന്നത് എന്ന് മാത്രം നോക്കുക. ദൈവവചനത്തിലുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് അംഗീകരിച്ചു കൊള്ളുക. ദൈവവചനത്തിൽ ആധാരമില്ലാത്ത പരിപാടികൾ അത് എത്ര ഉന്നതരായ വ്യക്തികൾ ചെയ്താലും അത് അംഗീകരിക്കാൻ പാടില്ല, അത് ദൈവികമായി കണക്കാക്കുവാൻ പാടില്ല, അത് സ്വീകരിക്കുവാൻ പാടില്ല. ഒരു പക്ഷേ നിങ്ങൾ ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടു പോയേക്കാം, സാത്താന്റെ ചതിയിൽ അകപ്പെട്ടു പോയേക്കാം. ആകയാൽ സൂക്ഷിക്കുക. ഊതി വീഴ്ത്തെ ഉന്തി വീഴ്ത്തെ തുടങ്ങിയ അനുഭവങ്ങൾ ദൈവികമല്ല. ആത്മവിവശത എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പരിപാടി ദൈവവചനത്തിൽ ഇല്ലാത്തതാണ്. ആകയാൽ സൂക്ഷിക്കുക. സാത്താന്റെ തന്ത്രങ്ങളിൽ അകപ്പെടരുത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശുദ്ധന്മാർക്കു വെളിച്ചത്തി ഉള്ളാവകാശത്തി പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതീനു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതീനു ബദ്ധപ്പെട്ടോടി